ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് 21 വാക്യം വരെ പഠിച്ച് തുടർന്നുള്ളത് പഠിപ്പിക്കുന്ന വനിതാസിനെ ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ പിന്നെയും ദൈവവചന പഠനത്തിനായിട്ട് നമ്മെ തന്നെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം പ്രാർത്ഥിച്ചതുപോലെ തന്നെ വലിയ മഹത്വം, കർത്താവിന്റെ വലിയ മഹത്വം നമ്മുടെ മേൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 3-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞു. 3-ാം അധ്യായം 21 വാക്യം വരെ പഠിച്ചു. 22 വാക്യം മുതൽ കർത്താവിന്റെ സ്തോത്രം ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അങ്ങയുടെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ, ഈ കർത്താവെ ഖനിഗർഭത്തിലെ അമൂല്യ രത്നങ്ങളെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. വചനത്തിന്റെ പ്രകാശനം വികാശപ്രദമാകുന്നല്ലോ കർത്താവെ. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം മാറണം കർത്താവ്. ഈ വചനം ജീവനാകണം, വെളിച്ചമാകണം, സൗഖ്യമാകണം കർത്താവെ. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവനിലേക്ക് വഴികാട്ടുന്ന ജീവജലമാകണം. അതേ സമയത്ത് തന്നെ കർത്താവെ, ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങളവരെ ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. അടിനെ സമർപ്പിക്കുന്നു. എല്ലാ ക്ഷീണങ്ങളും മാറ്റി പുതുബലം നൽകിയിരിക്കാൻ സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ദാസനെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ താരം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിഷയാക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സ്തോത്രം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വലിയ ധൈര്യമായത് ഞാൻ വിശ്വസിക്കുന്നു. നിത്യജീവനെ കുറിച്ച് നമ്മൾ വളരെ ആഴമേറിയ ഒരു ക്ലാസ് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. നമ്മൾ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22 വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? ഒരാൾക്ക് 22 മുതൽ കർത്താവിന്റെ സ്തോത്രം 30 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ചാട്ടെ. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുത്ത് വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് ഇനിയും യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും തമ്മിലുള്ള അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ കൊടുക്കുകയാണ്. അതിന്റെ ശേഷം, ഏതിന്റെ ശേഷം അത് നമ്മൾ പഠിച്ചു. അതെന്തുവായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട കാര്യം എന്തുവായിരുന്നു? അതെന്തായിരുന്നു? ഒരാളൊന്ന് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. 3-ാം അധ്യായത്തില് നിത്യജീവനെ കുറിച്ചുള്ള യേശു കർത്താവിന്റെ ശ്രേഷ്ഠമായ ഉപദേശം. അത് ആരോടാ പറഞ്ഞത്? പ്രമാണിയായവൻ, വചനമറിയാവുന്നവൻ, വളരെ കൃത്യമായി ന്യായപ്രമാണം പഠിപ്പിക്കുന്നവൻ, എഴുതുന്നവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ ശേഷം ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാരുമായി എങ്ങോട്ട് പോകുന്നു? യഹൂദ്യ ദേശത്തേക്ക് വരുന്നു. അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ സ്നാനം കഴിപ്പിക്കുന്നത് കൂടുതലും ആരാണ് സ്നാനം കഴിപ്പിക്കുന്നത്? യേശു കർത്താവിന്റെ ശിഷ്യന്മാരാണ് കൂടുതലും സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാര് കണ്ടോ, അവരോട് കൂടെ, വളരെ ഇമ്പോർട്ടന്റ്, അവരോടുകൂടെ. അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകനും ശലേമിനടുത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് വളരെ ക്ലിയർ ആണ്, തളിക്കലല്ല, മുഴുകൽ സ്നാനമാണെന്നുള്ളത് വെരി ക്ലിയറായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു.
അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് ചിലർക്ക് യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്നവനും. അപ്പൊ ഈ യഹൂദനുമായി വാദമുണ്ടായി വന്നതാ. യോഹന്നാന്റെ ശിഷ്യന്മാര് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്ന് ഈ ശുദ്ധീകരണവാദവുമായിട്ട് വന്നെങ്കിലും അവര് പറയുന്നത് എന്തുവാണെന്നറിയാമോ? യേശു കർത്താവിനെ കുറിച്ചാണ്. റബി, യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുടെ പ്രശ്നം. ഹല്ലേലൂയ. ഇന്നലെ വന്ന ഒരാള് പെട്ടെന്നൊരു പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു, അങ്ങോട്ടെല്ലാവരും പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആദ്യം സ്പർശിക്കുന്ന ഒരു വിഷയമാണിത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകരോടുള്ള ഒരു വാക്കാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ദൈവം നമ്മളെ, കർത്താവിന് സ്തോത്രം, ഒരു ദേശമാകട്ടെ, ഒരു പട്ടണമാകട്ടെ, ഒരു ഗ്രാമമാകട്ടെ, wherever it is, എവിടെയാണെങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം നിറപടിയായി നിവർത്തിക്കുക. ദൈവത്തിന് അവിടെ വേറൊരാളെ ഉപയോഗിക്കണമെങ്കിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. കർത്താവ് അവിടെ ആളുകളെ ഉപയോഗിക്കട്ടെ. കർത്താവ് അവിടെ ജനത്തെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ഒരേ സ്ഥലത്ത് തന്നെ കർത്താവിന് സ്തോത്രം പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, നിങ്ങൾ ഭാരപ്പെടരുത്. കർത്താവ് ഇത് എന്തുകൊണ്ടെന്ന്, ഈ നിങ്ങളിലേക്ക് വരാനുള്ളവരെ ദൈവം ഇവിടേക്ക് കൊണ്ടുവരും. സ്തോത്രം. ദൈവം അവിടെ കൊണ്ടുവരും. അതിനകത്ത് നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്, ദൈവസ്ഥനെ നമുക്ക് പ്രാഗൽഭ്യം വേണം. അതെന്തുവാണെന്നറിയാവോ? വേറെ ഒരാളുടെയും അധ്വാന ഫലത്തെ നാം എടുക്കരുത്, മോഷ്ടിക്കരുത്. അത് മോഷണമാവും. വേറൊരാളുടെ അധ്വാന ഫലത്തെ നാം എടുത്താൽ അത് മോഷണമായി തീരും. ഇവിടെ വന്ന് ഇവര് പറയുകയാണ്, അയ്യോ നിന്റെ കൂടെ ഇരുന്നില്ലേ കർത്താവിന് സ്തോത്രം, യോർദാനില് കർത്താവിന് സ്തോത്രം നിന്റെ കൂടെ അന്ന് ഇരുന്നൊരു ആളില്ലേ, യോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചില്ലയോ, അവന്റെ ഇതേ വന്നിട്ട് സ്നാനം കഴിപ്പിക്കുന്നു. എല്ലാവരും അവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? ജനക്കൂട്ടമാണ്. വളരെ ഇമ്പോർട്ടന്റ് ശ്രദ്ധിച്ചോണേ. പിശാചിന്റെ വലിയ തന്ത്രമാണ് അസൂയ. അസൂയ, അസൂയ. അയ്യോ ഇവിടെ വരേണ്ട ആളുകൾ അങ്ങോട്ട് പോയല്ലോ, നീ എന്തോ ചെയ്യും? കർത്താവിന് സ്തോത്രം. ഇത് തന്നെ ഒരു ഗ്രോത്തിന്, സഭാ വളർച്ചയുടെ പ്രധാന തടസ്സം അസൂയ. പ്രിയ ദൈവജൻ, നീ പ്രാർത്ഥിക്ക്, ഇവിടെ വരാനുള്ളത് ഇവിടെ തന്നെ വരും. നിന്റെ ചർച്ച വരാനുള്ളത് ഇവിടെ തന്നെ വരും. അവരവിടെ ഇവിടെ എങ്ങും പോകത്തില്ല, അത് ഇവിടെ വരും. ദൈവത്തിന് സ്തോത്രം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പിതാവ്, കർത്താവ് തന്നെ പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആരും എൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ പിതാവിനൊരു കൺട്രോൾ ഉണ്ട്. കാരണം അയക്കപ്പെട്ടവരാ. വളരെ ഇമ്പോർട്ടൻറ്റ്. അയക്കപ്പെട്ടവൻ എന്നുള്ള വാക്കാണ് അവിടെ കർത്താവ് ഉപയോഗിക്കുന്നത്. പുസ്തലോസ്. പിതാവ് അയക്കപ്പെട്ടതാണ് ആരെ? പുത്രനെ. അപ്പൊ പുത്രനെ അയക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും പിതാവിന് ലോകത്തെ, അത് ഈ ഒരു ജൂദയായിലെ ഒരു അല്ലെങ്കിൽ ഒരു ഗാലിലയിലെ കർത്താവിന് ഒരു സർട്ടേൻ ആളുകളെ വിളിക്കാന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ല, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനൊക്കെയും, അതാണ് നമ്മൾ കഴിഞ്ഞ പഠിച്ചത്. അതിന് ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമോ യഹൂദ ജാതി വ്യത്യാസമോ യാതൊരു ബാരിയറും ഇല്ല, യാതൊരു ബാരിയറും ഇല്ല. ഏവനും അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അവൻ ദൈവത്തിന്റെ മക്കളായി തീരുക. അവനെ ആര് കൈക്കൊണ്ടതോ അവർ മക്കളായിത്തീരുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. 27-ാം വാക്യം ഒന്ന് വായിക്കാമോ? 27-ാം വാക്യം, 27, 28, 29, 30 വായിച്ചാട്ടെ. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുൻപായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ്. യേശു കർത്താവിനെ കുറിച്ച്
യോഹന്നാൻ സ്നാപകന്റെ ഒടുവിലത്തെ സാക്ഷ്യമായത് കേട്ടോ. നമ്മൾ സാക്ഷ്യം കേട്ടു തുടങ്ങിയായിരുന്നു 1-ാം അധ്യായത്തിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 1-ാം അധ്യായത്തിൽ കേട്ടു തുടങ്ങിയ സാക്ഷ്യം. ഇവിടെ ഇതാ യോഹന്നാൻ സ്നാപകന്റെ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ സാക്ഷ്യമായത്. വളരെ ഇമ്പോർട്ടൻ്റ്, എഴുതി വെച്ചോണേ. ഇവിടെ പറയുകയാണ്, സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. അണ്ടർലൈൻ ചെയ്തു വെച്ചോ. ഈ ലോകത്തിൽ നമ്മൾക്ക് ഏണ്ടായിട്ടുള്ള നേടിയെടുക്കാൻ കഴിയുന്ന പലതുമുണ്ട് കേട്ടോ. ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് പലതും നേടിയെടുക്കുന്നവരുണ്ട്. മിടുക്കുള്ളവര്, കഴിവുള്ളവര്, സ്മാർട്ടായിട്ടുള്ള ആളുകൾ പലതും നേടിയെടുക്കും. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരൊറ്റ വാക്യം നിങ്ങൾ എഴുതി വെച്ചോണേ. പലരും നിങ്ങളെ നോക്കി പറഞ്ഞു കാണും, നിനക്കൊരു കഴിവില്ലല്ലോ, നീ ഒരു സ്മാർട്ട് അല്ലല്ലോ കാര്യങ്ങൾ ചെയ്യാൻ, നിനക്ക് പ്രാപ്തി ഇല്ലല്ലോ. അതങ്ങനെ പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു. നിന്നെ നോക്കി ഇപ്പോൾ ചിലർ പറയുന്നുണ്ടാകാം, നിനക്ക് പ്രാപ്തി ഇല്ലല്ലോ. നിനക്ക് ശൗല് ദാവീദിനെ നോക്കി പറഞ്ഞു, നിനക്കിത് ചെയ്യാൻ പ്രാപ്തിയില്ല കേട്ടോ. ശൗല് ദാവീദിനോട് പറഞ്ഞു, ദാവീദ് എന്ന് പറയാ ഭയങ്കര തൻ്റെ എക്സ്പീരിയൻസ് എല്ലാം അങ്ങോട്ട് പറയാം, ഞാനത് ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോകാം, അങ്ങേക്കോ അങ്ങയുടെ സേനകൾക്കോ സൈന്യത്തിനോ കഴിയാത്ത ഈ ഒരു കാര്യം ചെയ്യാൻ ഞാൻ കഴിയും. ഇത്ര പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, എടാ മോനെ, ഞാൻ എന്നെ പോലെ ആരോഗ്യവും വലുപ്പവും ധൈര്യമുള്ള എനിക്കോ അതുപോലെ തന്നെ എൻ്റെ സൈന്യത്തിനോ ഒന്നും കഴിയാത്തത് ഈ കൊച്ചു പയ്യനാകുന്ന നിന്നെ കൊണ്ട് എങ്ങനെ കഴിയാൻ? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോണേ. വീഡിയോ ഓണാക്കാവുന്നവർ ഓണാക്കിക്കോണേ. നിന്റെ ഇന്നലകളുടെ ദൈവാത്മാവ് ചിലതിനോട് ആലോചന പറയാം. ഇന്നലകളുടെ സർട്ടിഫിക്കറ്റ് നോക്കി, ഇന്നലകളുടെ ഹിസ്റ്ററി നോക്കി, ഇന്നലകളുടെ അനുഭവം നോക്കി നിന്നെ വിധി എഴുതുന്നോടെ മുൻപിൽ, നിന്നെ ഇല്ലായ്മയാക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ, നിന്നെ മാനസികമായി ക്ഷീണിപ്പിക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരാലോചന വിളിച്ചു പറയുന്നു. പിതാവ് കൊടുത്തിട്ടല്ലാതെ, പിതാവ് ആകർഷിച്ചിട്ടാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. അല്ലാതെ നേടിയെടുക്കുന്നതെല്ലാം ശൂന്യമായി പോകും. ഒന്നുകൂടെ പറയാം, അല്ലാതെ നേടിയെടുക്കുന്നത് നിലനിൽക്കത്തുമില്ല. അല്ലാതെ നേടിയെടുക്കുന്നത് ധൈര്യം തരത്തുമില്ല, ബലം തരത്തുമില്ല. അത് കർത്താവിന് സ്തോത്രം. ശലോമോന്റെ വാക്കുകളിൽ, ജ്ഞാനികളിൽ ജ്ഞാനിയായ മനുഷ്യന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അത് കർത്താവ് ഊതിക്കളയും. കർത്താവ് അത് ഊതിക്കളയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കണ്ടാൽ എത്ര സങ്കടമായി പോയി, നമുക്ക് എത്ര സങ്കടമായി പോയി, എത്ര സഹിക്കാനാവാത്ത സങ്കടമാണ് നമുക്കെല്ലാം തോന്നിയത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ധനമോ മാനമോ പ്രതാപമോ സമ്പത്തോ നിന്റെ ആത്മീയതയ്ക്ക് അടിസ്ഥാനമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ ആത്മീയതയ്ക്ക് അടിസ്ഥാനം മനുഷ്യൻ പലപ്പോഴും ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന് ഭയങ്കര സന്തോഷമാണ് ചേർന്ന് നിൽക്കാൻ. പക്ഷെ കർത്താവ് ഇന്ന് പകൽ നിന്നോട് ആവശ്യപ്പെടുന്നു. കർത്താവ് അന്വേഷിച്ചു പോയത് ധനവാന്മാരെയല്ല, ആർക്കും വേണ്ടാത്തവരെയായിരുന്നു. കർത്താവ് വിളിച്ചത് ധനവാന്മാരെയല്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൂത ഞാൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷയിലും, കർത്താവിന്റെ വേല ചെയ്യുന്നവരോടാണ് പറയുന്നത്, നമ്മുടെ ശുശ്രൂഷയിലും കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്വർഗത്തിലേക്ക് നോക്കി ഒന്ന് കാത്തിരിക്കാം. കർത്താവെ, എൻ്റെ ശുശ്രൂഷയിലേക്ക് ആളുകളെ തരണമേ. സ്വർഗത്തിലെ അപ്പനോട് പറയാം, ദൈവം തന്നാൽ അത് തന്നതാ, അല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഈ ഒരു വാക്യം അങ്ങ് നിങ്ങൾ കാണാതെ പഠിക്കണം. സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ഒരു ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഇന്ന് പകൽ ഒരു പുതിയ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഒരു ദൈവീകമായ ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഒരു ബ്രേക്ക് ത്രൂവിനായി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ജോലി വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഭാവിയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടാകാം. ചില വിഷയങ്ങളിൽ വല്ലാതെ ഞെരുങ്ങുന്നവരുണ്ടാകാം. കർത്താവിന് സ്തോത്രം. ഇവർ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതേ, നിന്റെ കൂടെ യോർദാനിൽ അക്കരെ സ്നാനം കഴിപ്പിച്ച് നിന്റെ കൂടെ ഇരുന്നവൻ ദേ ഇതാ അവിടെ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും എൻ്റെ അടുത്തിൽ പോകുന്നു. ഇതാ പ്രശ്നം. പക്ഷെ മറുപടി പറയുന്നതിനാ നോക്കിയേ. മറുപടി, യോഹന്നാൻ സ്നാപകന്റെ മറുപടി വളരെ മനോഹരമാണ്. സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. എൻ്റെ കുഞ്ഞെ, എൻ്റെ ശിഷ്യ, ഇത് ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്തതാ.
തന്റെ ഏകജാതനായ പുത്രന് ദൈവം കൊടുത്തതാണ്. ഹല്ലേലൂയ. അത് അല്ലാതെ ഒന്നും മനുഷ്യൻ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ ഒന്നും കഴിയുകയില്ല. അടുത്ത വാക്യം, ഞാൻ ക്രിസ്തു അല്ല അവന് മുൻപായി അയക്കപ്പെട്ടവൻ അത്രയെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ്. യോഹന്നാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു തിരുത്തുകയാണ്. എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. അവിടെ ശുശ്രൂഷ, ഇവിടെ പ്രശ്നം. ഇന്ന് ഒത്തിരി പേരുണ്ട് ഇങ്ങനെ വന്ന് നെഗറ്റീവ് അടിച്ച് പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുന്നവര്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നെഗറ്റീവ് പറഞ്ഞ് ആളുകളെ പിണക്കുന്നവര്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് പ്രസ്ഥാനങ്ങളെ, നേതൃത്വങ്ങളെ തകർക്കുന്നവര്. ഒരു ഭക്തനായ ദൈവപൈതൽ ഒരു പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അവനെ എങ്ങനെ തകർക്കാമെന്ന ഈ ഭക്തനായ ദൈവപൈതൽ കരം പിടിച്ച് കയറ്റിക്കൊണ്ട് വരുന്നവർ തന്നെ നോക്കുന്നത്. ഒരു ഇച്ചിരി ബലവും പ്രാപ്തിയായി കഴിയുമ്പം എങ്ങനെ ബാക്കിയുള്ളവരെ തകർത്ത് കളയാം. സ്തോത്രം. ഇന്നലകളിലെ അനുഭവം എല്ലാം മറന്നു പോകും. പക്ഷെ ഒന്ന് ഓർത്തോണേ, ഹല്ലേലൂയ, യൂദ എത്ര മത്സരിച്ചാലും, യൂദ എത്ര തകർന്നാലും, എത്ര തകർക്കാൻ നോക്കിയാലും അവന്റെ അവസാനം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. മറക്കണ്ട, യൂദയുടെ അവസാനം നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെയുണ്ട്. യൂദ ഹല്ലേലൂയ ചെയ്യുന്നതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. യൂദ ചെയ്യുന്നതൊന്നും കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. യൂദയുടെ അവസാനം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. ഒരു സമാധാനം. അതേക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് അവൻ അനീതിയുടെ, വളരെ ഇമ്പോർട്ടൻറ്റ്, അനീതി. അപ്പൊ അനീതി കൊണ്ട് എന്തൊക്കെ നേടിയെടുത്താലും, വെരി ഇമ്പോർട്ടൻ്റ്, അണ്ടർലൈൻ ചെയ്തു വെച്ചു, അനീതി കൊണ്ട് എന്തൊക്കെ നേടിയെടുത്താലും, ആരെയൊക്കെ മറിച്ചും ചതിച്ചും നേടിയെടുത്ത് വലിയത് പണിതെടുത്താലും ഒരു ദിവസം അത് വെളിപ്പെടും. ഒരു ദിവസം അത് വെളിപ്പെട്ടിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, കർത്താവിന്റെ സ്തോത്രം, എപ്പോഴും രാവിലെ അല്ല. ഈ വെളുപ്പിനെ 6 മണി, വൈകിട്ട് 6 മണിയാകും. ചില ആൾക്കാർ ഓർത്ത് വെച്ചേക്കുന്ന ഈ 6 മണി വാർത്തയിരുന്ന, അങ്ങനല്ല. ഈ 6 കഴിഞ്ഞ് 7 വരും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകും, പിന്നെ 1 ദൈവത്തിന് സ്തോത്രം. 12 കഴിഞ്ഞാൽ പിന്നെ 1 പിന്നെ പോകുന്നത്. ഒന്ന് സ്തോത്രം പറയാവോ? 13 പോകുന്നത്, പിന്നെ ഒരു 1 പോകും. 1 പോകും. അത് കഴിഞ്ഞ് രാത്രി ഒരു 12 മണിയാകും, അതും കഴിഞ്ഞ് 1 പോകും. 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മളങ്ങ് ഭാരപ്പെട്ട് പോയോ, ഈ 12 കഴിഞ്ഞു, ഇനി 13 കഴിഞ്ഞ് 14 കഴിഞ്ഞ്, അയ്യോ എന്തോ ചെയ്യുന്നോ. അത് കഴിഞ്ഞ് നീ ഒരു 1 പോകുന്നേ. സ്തോത്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ അവിടെ ഈ സ്നാപകനെ ഏറ്റുപറയുക, ഞാൻ ക്രിസ്തു അല്ലെന്നേ. നിങ്ങൾ ഈ ഭാരപ്പെടാതെ, ഞാൻ ക്രിസ്തു അല്ല, ഞാൻ അവന് മുൻപായി അയക്കപ്പെട്ടവനത്രേ. അണ്ടർലൈൻ ചെയ്തതൊക്കെ, ഞാൻ അവന് മുൻപായി അയക്കപ്പെട്ടവൻ. ആ വാക്യം ഏതാവുന്ന കണക്ട് ചെയ്തേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എന്തോ ഒരാൾ വായിച്ചേ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. മതി. ദൈവത്താൽ അയക്കപ്പെട്ടവൻ. യോഹന്നാൻ സ്നാപകൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. 1:6 യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ 3:28 വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ തന്നെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തു അല്ല, ഞാൻ അവന് മുൻപായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ, വളരെ ഇമ്പോർട്ടൻ്റ്, അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. നേതൃത്വത്തിന്റെ ഗുണമാണ്. അണികൾ വന്ന് ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഉടനെ അത് പറഞ്ഞ് തിരുത്തുന്നവനായ യഥാർത്ഥ നേതാവ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ എടുത്തേക്കാം, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം, നമുക്കൊന്ന് ചോദിക്കാം. നെവർ. അതൊക്കെ ബുദ്ധിയുടെ ആലോചനയാണ്. ബുദ്ധിയുടെ ആലോചനയല്ല വേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ് വേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധിയുടെ ആലോചനയല്ല വേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ് വേണ്ടത്. എന്നിട്ട് പറയുകയാണ്, മണവാട്ടിയുള്ളവൻ. കർത്താവ് ഏറ്റവും മനോഹരമായ ഒരു സാദൃശ്യം യോഹന്നാൻ സ്നാപകൻ പറയുക, മണവാട്ടി ഉള്ളവനാ മണവാളൻ. എന്നാൽ മണവാളന്റെ സ്നേഹിതൻ എന്തുവാ? നിന്നിട്ട് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. സ്തോത്രം. സ്തോത്രം. സ്നേഹിതന് അവിടെ നിന്ന്
സന്തോഷിക്കുക. എന്നാൽ മണവാട്ടി മണവാളനും ഉണ്ട് അവിടെ. ദൈവത്തിന് സ്വതന്ത്രം. എന്നിട്ട് പറയാം, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം, ഞാനോ കുറയണം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകന്റേതായി രേഖപ്പെടുത്തിയേക്കുന്ന അവസാന വാക്ക്. അവൻ വളരണം, ഞാനോ കുറയണം. എന്റെ പൊന്നു, എന്തൊരു വചനമാകുന്നറിയത്! ഒറ്റ വചനം. ദൈവസ്ഥ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കാരണം യോഹന്നാൻ പറഞ്ഞു, ക്രിസ്തു വളരണം. അത് എനിക്കിനിയും എന്താ പറയാ, ഒത്തിരി ശുശ്രൂഷ ചെയ്ത് അവന് ഒരു ബദലായിട്ട്, ഒരു കോമ്പീറ്റിംഗ് ആയിട്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു, നമ്മുടെ ജഡം കുറയട്ടെ, ക്രിസ്തു വളരട്ടെ. ആത്മമനുഷ്യൻ വളരട്ടെ, ക്രിസ്തു നമ്മിൽ വളരട്ടെ. ജഡ സ്വഭാവം കുറയട്ടെ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ കുറയട്ടെ, ജഡത്തിന്റെ ഇച്ഛകൾ കുറയട്ടെ, ലോകത്തോടുള്ള പറ്റുമാനം കുറയട്ടെ. ഹല്ലേലൂയ. സ്ഥാനങ്ങളോടും പദവികളോടും പേരുണ്ടാക്കുന്നവരോടുള്ള ആഗ്രഹങ്ങൾ കുറയട്ടെ. അടുത്തത് പ്രധാനമായും ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ, ധനസമ്പാദനം കുറയട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒരു പരിധിക്കപ്പുറം, എല്ലാവരും ശ്രദ്ധിച്ചോണേ, കർത്താവ് പറയുകയാണ്, കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത് എന്തുവാ? ദൈവമേ, ഒരു 6 മാസത്തേക്കുള്ളത് ഇവർക്ക് ഒന്നിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹം അതാ. 6 മാസത്തേക്ക് എല്ലാം റെഡിയായി, ബാങ്കിലും കുറെ പൈസ കിടന്ന്, ഫ്രിഡ്ജിലും കുറെ, ഫ്രീസറിൽ കുറെ ഫുഡും ഉണ്ടാക്കി വെച്ച് കർത്താവിന് സ്വന്തം നമ്മൾ സ്വസ്ഥമായിരിക്കാം. ബാങ്കിൽ പൈസ ഉണ്ട്, എല്ലാം ഓക്കെ എന്ന് നെവർ എവർ. കർത്താവ് എന്താ പഠിപ്പിച്ചേ? കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് എന്ന് പറഞ്ഞേ, ഇന്ന്, അന്നത്തെ ഡെയിലി, ഓരോ ദിവസവും ദൈവത്തെ ആശ്രയിക്കണം. കർത്താവ്, ഇന്ന് രാവിലെ നീ എന്തേലും വേണമെങ്കിൽ അത് ദൈവത്തെ ആശ്രയിക്കണം. സ്തോത്രം പറയാം. കർത്താവെ, അങ്ങയുടെ കൃപ എനിക്ക് വേണം, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ മറയ്ക്കണം, അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണം. കർത്താവിന് സ്വതന്ത്രം. ഇതാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ അവസാന സാക്ഷ്യം. ഒന്ന് കാണാൻ പഠിച്ച് ലാസ്റ്റ് വാക്യം, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഒന്ന് ചോദിച്ചത് എന്തുവാന്നറിയാമോ? അയ്യോ, പ്രശ്നമാകരുത് ഗുരു, വലിയ പ്രശ്നം കേട്ടോ, നിന്റെ കൂടെ നിന്നാണ്ടോ അവന് അവിടെ പോയി തുടങ്ങി പുതിയ പ്രസ്ഥാനം, നമുക്ക് ഇത് വിട്ടാൻ പറ്റത്തില്ല, നമുക്കൊന്ന് പോയി ചോദിക്കണ്ടായോ എന്ന് ചോദിച്ചപ്പോ മറുപടി, അവൻ വളരട്ടെ, ഞാൻ കുറയട്ടെ. അവൻ വളരട്ടെ, ഞാൻ കുറയട്ടെ. ഹല്ലേലൂയ. ഇനി ഇവിടേക്ക് ഓരോരുത്തരോടും ദൈവത്തിന് ആത്മാവ് സ്പർശിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വാദങ്ങളും തർക്കങ്ങളും ഒക്കെ കേൾക്കുന്നുടനെ ഒന്ന് ഒഴിഞ്ഞു നിന്നിട്ട് പറയണം, ലെറ്റ് ഹിം ഗ്രോ, അവൻ വളരട്ടെ. നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? രാവിലെ എന്നോടും ദൈവത്തിന് ആത്മാവ് സംസാരിക്കുക. ഒരുപക്ഷെ നമ്മളെ വല്ലാതെ മുറിപ്പെടുത്തുന്ന ആളുകൾ കണ്ടേക്കാം. ലെറ്റ് ഹിം ഗ്രോ, ഞാൻ കുറയട്ടെ. എവിടെ സ്വയം ശൂന്യനാക്കപ്പെടുന്നു എന്നോട് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ മനസ്സിലെഴുതി വെച്ചു. സ്വയം ശൂന്യനാക്കി ആര് മാറുന്നുവോ ക്രിസ്തു നിറയാൻ തുടങ്ങും. സ്വയം ആര് ശൂന്യനാകുന്നുവോ ക്രിസ്തുവിന്റെ നിറവ് വ്യാപരിക്കാൻ തുടങ്ങും. ആ നിറവ് അങ്ങോട്ട് വ്യാപരിച്ച് അത് മഹത്വമായി തീരും. അവൻ വളരട്ടെ, ഞാനോ കുറയട്ടെ. എന്നിട്ട് 31 വാക്യം തൊട്ട് യോഹന്നാൻ അപ്പോസ്തോലനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തോലനെ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളുണ്ട് കേട്ടോ. സ്വന്തം മേളിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്ന് വരുന്നവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ, വളരെ ഇമ്പോർട്ടന്റ്. 34 വാക്യം എല്ലാവരും ഒന്ന് കാണാൻ പഠിച്ചു വേണം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെ അല്ലോ കൊടുക്കുന്നത്. ആരാ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നത്? ദൈവം അയച്ചവൻ. അടുത്തത്, ഇതിലുള്ള ബലം ആരാ? ആത്മബലമാ. അതാരാ കൊടുക്കുന്നത്? ദൈവമാ. എങ്ങനെയാ കൊടുക്കുന്നത്? അളവില്ല. 2 കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി പറ. കർത്താവേ, എന്നെ ഇതുവരെ നിർത്തിയത് എന്റെ ബലമല്ല, അങ്ങ് എന്നെ നിർത്തിയതാ. നിങ്ങളുടെ ആത്മബലത്താൽ എന്നെ നിർത്തിയ സ്തോത്രം. ബലത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം പറ. സ്തോത്രം. പ്രത്യേക ഈ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം ഞാൻ ചോദിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രാർത്ഥനാ വിഷയമാണ്. കർത്താവ് അനുവദിച്ചാൽ നാളെ
ഞാൻ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിലേക്ക് മിനിസ്ട്രിക്കായി കടന്നു പോകുന്നു. ഹല്ലേലൂയ. പ്രത്യേകം പ്രാർത്ഥിക്കണം. നാളെ ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നു. കർത്താവിന് സ്തോത്രം. അവിടെ ചെന്ന് അവിടുത്തെ ശുശ്രൂഷകൾ ഹിന്ദിക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷകളാണ്. അത് കഴിഞ്ഞ് മലയാളികളുടെ ഒരു മീറ്റിങ്ങേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് കൂടുതൽ ഹിന്ദിക്കാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രാജസ്ഥാനിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളെ പോയി കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയും പോയി കുഞ്ഞുങ്ങളോടൊപ്പം 2 ദിവസമെങ്കിലും ദൈവസന്നിധിയില് അതിനോട് പ്രാർത്ഥനയോടെ ഇരിക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചാണ് പോകുന്നത്. അവിടെ മീറ്റിങ്ങുകൾ 1-2 മീറ്റിങ്ങുകളോട് ബാക്കിയെല്ലാം പ്രാർത്ഥനയാണ്. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവിക നിയോഗം ഏറ്റെടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ 2 പേരും രാജസ്ഥാനിലാണല്ലോ. അവരുടെ കൂടെ പോയിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കണം. അവര് വളരെ കൃപയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കൃപയോടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചവരെ ആ കൃപയുടെ പുതപ്പിനകത്ത് ആ മഹത്വത്തിന്റെ പുതപ്പിനകത്ത് അവരെ ഒന്ന് ആക്കാനായിട്ട് ഇവിടെ ആഗ്രഹത്തോടെ ഞാൻ പോകുകയാണ്. ഇതിന് ഞാൻ പ്ലാൻ ഇട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ ഇതുവരെ ഒരു രോഗാവസ്ഥയില്ലാത്ത കർത്താവിന്റെ ദാസന് അതിശക്തമായ വേദനയാണ്. ദൈവത്തിന് അതിശക്തമായ വേദന. ഓരോ ദിവസവും പ്രാർത്ഥിക്കും, സൗഖ്യം തരും, പ്രാർത്ഥിക്കും, സൗഖ്യം തരും. പക്ഷെ ഭയങ്കര പോരാട്ടമായിട്ട് അത് നിൽക്കുകയാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് സാധിക്കും. എനിക്ക് നിങ്ങൾ വലിയൊരു പ്രാർത്ഥനാ സപ്പോർട്ടാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. കർത്താവിന്റെ ദാസൻ സൗഖ്യത്തോടെ ദൈവം പരിപാലിക്കണം. ശത്രു ഒന്നിനെയും നോക്കരുത്. എനിക്കറിയാം മുൻപിലോട്ട് പോകുന്നിടത്ത് വലിയ വിടുതലിനാണ്, വലിയൊരു ജയത്തിന് ശുശ്രൂഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എങ്ങനെയും എന്നെ പറഞ്ഞു വിടാതിരിക്കാനായിട്ട് പിശാച് ഹല്ലേലൂയ ഭയങ്കര തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ നന്നായി അറിയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏത് വിഷയമാണോ, ഏത് ഭാരമാണോ അത് മാറും. ഒന്ന് സ്തോത്രം പറഞ്ഞു. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകാല് ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾ ഓടിപ്പോയി, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരാഴ്ച മുമ്പാണ് ഈ പ്രതിസന്ധി പോലെ തോന്നി, വേദന തോന്നി. പുറത്ത് ഭയങ്കരമായ വേദന. അവിടെ കടന്നുപോയി, ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കി, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ വേദന മാറുന്നില്ല. ഹല്ലേലൂയ. വൈദ്യൻ ഭവനത്തിൽ വന്ന് തിരുമ്മി, വേദന മാറിയിട്ടില്ല. സാറേ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഞാൻ ചെറിയ രീതിയിൽ അതൊന്ന് തടവി നോക്കി. ഞായറാഴ്ച വലിയ ബലം ദൈവം കൊടുത്ത് ഞായറാഴ്ച രാവിലെ ഞാൻ ഞായറാഴ്ച രാവിലെയാണ്. അതുവരെ പുറത്തുള്ള ഞാൻ ഓർത്ത് ദൈവമേ ഈ വലിയ മിടുക്കന്മാരൊക്കെ വന്നിട്ട് പോകട്ടെ എന്നോർത്ത്. മിടുക്കന്മാരൊക്കെ വന്നിട്ട് പോയി അവസാനം മിടുക്കില്ലാത്ത ഞാൻ ചെറിയതായിട്ടെന്ന് പറഞ്ഞാൽ അന്ന് ദൈവം വലിയ സൗഖ്യം കൊടുത്തു. ഞായറാഴ്ച ശക്തമായ ശുശ്രൂഷ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചെയ്തെടുത്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഇന്നലെ ഈ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വേദനകൾ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഒരു സൈഡിൽ കൂടെ നമ്മൾ ജയത്തോടെ മുന്നേറുമ്പോൾ, ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, മറു സൈഡിൽ നമ്മളെ വല്ലാതെ മുറിപ്പറ്റുന്ന വിഷയമുണ്ട്, നമ്മളെ വല്ലാതെ തകർത്ത് കളയുന്ന വിഷയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വെളുപ്പിനെയും കർത്താവിന് മാനുഷികമായിട്ട് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, കർത്താവേ എന്ത് ചെയ്യും കർത്താവ്, ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോകും, എങ്ങനെ കാര്യങ്ങളാകും കർത്താവേ. എന്നാൽ അതേസമയം എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് അവര് മാസങ്ങൾക്ക് മുമ്പ്, 4 മാസം മുമ്പ് വിളിച്ചെല്ലാം ബുക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാം അറേഞ്ച് ചെയ്യപ്പെട്ടു. ദൈവത്തിന് സ്വന്തമൊക്കെ വലിയ പ്രോഗ്രാംസ് അവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടു. ഞാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല. പിശാച് പറയുക, നീ പോകുന്നതൊന്ന് കാണണം, നിനക്ക് ഭയങ്കര ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്ക്. ഹല്ലേലൂയ. നിനക്ക് ഭയങ്കര സ്നേഹമുണ്ട്, നീ ഇവിടെ നിൽക്ക്. ഇത് പറഞ്ഞ് വെല്ലുവിളിക്കുക അവന്. ദാവീദ് പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, ഇതൊന്നും പ്രശ്നമില്ല, നീ പൊക്കോ, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പിശാചിന്റെ തന്ത്രമാണ്. അത് മാറണം. ഞായറാഴ്ച ഇന്നലെ മിനിഞ്ഞാന്ന് അത് മാറിയതാണ്, സൗഖ്യമായതാണ്. എന്നാൽ വൈകുന്നേരം പിന്നെ അവൻ വന്നേക്കുകയാണ്. ഹല്ലേലൂയ. വേദനയുമായിട്ട്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്മേൽ നമുക്ക് ആരാധിച്ചൊന്ന് ജയം എടുക്കണം. കർത്താവിന്റെ ദാസി മീന സിസ്റ്റർ അതൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മളുടെ ആ ക്ലാസ് തന്നെ മുമ്പോട്ട് പോകട്ടെ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതായ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം കണ്ടോ, വളരെ ഇമ്പോർട്ടന്റ്. ഒന്ന് മേളിൽ നിന്ന് വരുന്നവൻ. ആരാണ് മേളിൽ നിന്ന് വന്നവൻ? യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, യോഹന്നാൻ സ്നാപകൻ എവിടുന്ന് വന്നതാ? താഴെ നിന്ന് വന്നതാ. യേശു കർത്താവ് എവിടുന്ന് വന്നതാ? യോഹന്നാൻ 3:16 നമ്മൾ കാണാതെ പഠിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ പുത്രനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി അവൻ വന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും മീതെ ഉള്ളവനാണ് അവൻ. അടുത്തത് പറയുകയാണ്, ഹല്ലേലൂയ, ഭൂമി എന്നുള്ളവൻ ആരാണ്? ഭൗമികൻ.
ഭൗമികമായത് സംസാരിക്കും, എന്നാൽ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ. കരമുയർത്തി സ്തോത്രം പറ. താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യേശു കർത്താവ് പിതാവിൽ നിന്നും കേട്ടാണ് സാക്ഷീകരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടാണ് സാക്ഷീകരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അണ്ടർലൈൻ ചെയ്യണേ. ഈ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പറയുകയാണ്, ഈ സാക്ഷ്യം ആരും കൈക്കൊണ്ടില്ല. നമ്മൾ ഈ സുവിശേഷം മുഴുവൻ പഠിച്ച് ഒരു കാലത്ത് ഒരു കൂട്ടം ജനം, വലിയ ജനസമൂഹം യേശു കർത്താവിന്റെ കൂടെ നിൽക്കുക. എന്നാൽ കുറെ കഴിഞ്ഞ് ഇവരെല്ലാം വിട്ടുപോവുകയാണ്. അടുത്ത അധ്യായങ്ങൾ നമ്മൾ വരുമ്പോൾ ഇവൻ ശിഷ്യന്മാർ പറയുകയാണ്, ഇത് കഠിന ഉപദേശം, ആർക്കിത് സഹിക്കാൻ പറ്റും? യോഹന്നാൻ അപ്പോസ്തലൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ എഴുതുകയാണ്, ഹല്ലേലൂയ, അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്ര ഇടുന്നു. കരമെടുത്ത് സ്തോത്രം പറയാം. നമ്മളെല്ലാം ഒരു വലിയ മുദ്രയിട്ടു. എന്തുവാണ്? നമ്മൾ യേശു കർത്താവിന്റെ സാക്ഷ്യം കൈക്കൊള്ളത് കൊണ്ട് ദൈവം സത്യവാൻ എന്ന് മുദ്രയിട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെ എന്നെ കൊടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ വാക്യങ്ങൾ സ്വന്തമാക്കണം. ആരാ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നത്? ശ്രദ്ധിച്ചോണെ. ദൈവം അയച്ചവന്, ദൈവം അയച്ചവന്, ദൈവം അയച്ചവന്, ദൈവം അയച്ചവന്. വളരെ ഇമ്പോർട്ടന്റ്. ദൈവം അയച്ചവനാണ്. കർത്താവിന് സ്തോത്രം. ഇതേപ്പറ്റി ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണെന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ചില വേദപണ്ഡിതന്മാർ പറയുന്നു ഇത് യോഹന്നാൻ അപ്പോസ്തലൻ ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ 21 വാക്യം വരെ ഹല്ലേലൂയ പറഞ്ഞു. അതിനുശേഷം യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള യോഹന്നാൻ സ്നാപകന്റെ അവസാനത്തെ നറേഷൻ പറഞ്ഞ ശേഷം ഈ ലാസ്റ്റ് പാരഗ്രാഫ് യോഹന്നാൻ അപ്പോസ്തലൻ ഇത് എഴുതിയപ്പോൾ എഴുതിയതാണെന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില വേദപണ്ഡിതന്മാർ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഹല്ലേലൂയ അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് അത് വേണം. ഹല്ലേലൂയ. എങ്കിലും ചില പ്രതികൾ നമ്മൾ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. അതെ, അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൺസേണിങ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനെ പറ്റി പറയുന്ന ഏറ്റവും മനോഹരമായ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ തന്നെയാണ് സംഭവം എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ അതിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അവിടെ പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 34 വാക്യം, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. കൈകളെ ഉയർത്തി സ്തോത്രം പറ. ആരാ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നേ? ദൈവം അയച്ചവൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആരാണ്? നിത്യത്തോട് കൈവച്ച് പറ, എന്നെ ദൈവം അയച്ചാന്ന് പറ. പ്രസ്ഥാനമല്ല അയച്ചേ. ഒന്ന് സ്തോത്രം പറ. ശുശ്രൂഷയ്ക്ക് അയച്ചത് പ്രസ്ഥാനമല്ല. ശുശ്രൂഷയ്ക്ക് അയക്കുന്നത് പ്രസ്ഥാനങ്ങളല്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസ്ഥാനം അയച്ചാൽ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവം അയച്ചാൽ ദൈവത്തിന് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു ചങ്ങലയൊക്കെ ഒഴിഞ്ഞിരിക്കണം. ആ അടിമത്വം മാറണം. അടിമത്വം മാറണം. പല പ്രസ്ഥാനങ്ങളും നമ്മളെ അടിമകളാക്കാനാണ് നോക്കുന്നത്. അടിമകളാക്കാൻ നിങ്ങൾ നിന്നു കൊടുക്കരുത്. സ്തോത്രം, സ്തോത്രം. അടിമയാക്കാൻ നിന്നു കൊടുക്കരുത്. ദൈവത്താൽ അയക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ഞാൻ ഈ വചനം എന്റെ സ്വന്തമാക്കി ഞാനിത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. കാരണം അവനാ പ്രവർത്തിക്കുന്നത്. ആത്മാവിനെ അളവ് കൂടാതെ, അണ്ടർലൈൻ ചെയ്തു വെച്ചേ, അളവ് കൂടാതെ. ദൈവത്താൽ നീ അയക്കപ്പെട്ടവൻ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ അളവ് കൂടാതെ അളവ് കൂടാതെ കൊടുക്കും. അളവ് കൂടാതെ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി നീ പോകുന്നിടത്ത് വചനം പ്രസ്താവിക്കുമ്പോൾ സംഭവിക്കും എന്ന് ദൈവാത്മാവ് ശക്തമായി ചെയ്തോട് ദൂത് പറയുക. നീ കടന്നു പോകൂ, നീ വചനം പറയൂ, സുവിശേഷം പറയൂ. ദൈവം ആളുകളുടെ ഹൃദയത്തെ തൊടും. ദൈവം മാനസാന്തരം നൽകും. ദൈവം രോഗസൗഖ്യം നൽകും. സ്തോത്രം. 35 വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സ്റ്റേറ്റ്മെന്റ് കണ്ടോ? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എന്നിട്ട് സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു.
ഇത് യോഹന്നാൻ എഴുതുന്നത് എന്താ നമ്മൾ പഠിച്ചു. യേശു കർത്താവ് ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് മരിച്ചു, ക്രൂശീകരണം അറിയാം, അത് കഴിഞ്ഞ് മരിച്ചു, കർത്താവിന് സ്തോത്രം, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വർഷങ്ങൾക്ക് ശേഷം, സ്തോത്രം, വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, ഹല്ലേലൂയ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലതും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. ദൈവം അടുത്തത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇതെന്താ ഈ പറയുന്നത്? വലിയ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ, യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കാത്ത ചില ദുരുപദേഷ്ടങ്ങൾ മുമ്പിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിച്ച്, യേശു തന്നെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് തെളിയിച്ച് പറയുകയാണ്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലതും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇന്ന് ബുക്കിനകത്തോ ഡയറിക്കകത്തോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേരെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. എന്നിട്ട് നമ്മൾ കേട്ടല്ലോ, റോൾസ് റോയ്സ് കാർ അല്ല, വലിയ സമ്പത്തല്ല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, ഇവിടെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ഇന്ന് ദൈവാത്മാവിനോട് പിന്നെ അത് തൊടാൻ പറഞ്ഞുകൊണ്ട് തൊട്ട് പറയുക, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഒരു ത്വര, ഒരാഗ്രഹം കിടപ്പുണ്ടെങ്കിൽ ജയമെടുത്തോണേ. കർത്താവിന് വേണ്ടി ഞാൻ ശൂന്യയായി തീരണം എന്ന് പറ. ഞാൻ ശൂന്യനായി തീരണം. കർത്താവിന്റെ കൂടെ നടന്ന് 3.5 വർഷം, നമ്മൾ ഈ സുവിശേഷം പഠിച്ച അവസാന അധ്യായത്തിൽ 3.5 വർഷം കൂടെ നടന്ന് ഭയങ്കര ദൈവപ്രവൃത്തിയെല്ലാം കാണുകയും കൂട്ടായി നിന്ന് യേശു കർത്താവിന്റെ തേജസ്കരണം കണ്ടവന്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, യേശു കർത്താവിനെ തള്ളി പറഞ്ഞു അവൻ, അതെല്ലാം കഴിഞ്ഞ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടവനാ പത്രോസ്. പക്ഷെ എന്നിട്ടും അവൻ ഓടിപ്പോയി. ഞാൻ മീൻ പിടിക്കാൻ പോവാ, അവൻ ഇറങ്ങിപ്പോയി. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടവന് അവൻ ഇറങ്ങിപ്പോയി. അവൻ ഓർത്തു, ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ഐഹികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഇനി എനിക്ക് എന്റെ കാര്യത്തിൽ വല്ലതും നേടണമെങ്കിൽ ഞാൻ അധ്വാനിച്ചേ പറ്റത്തുള്ളൂ. അവൻ രാത്രി മുഴുവൻ, 21 അധ്യായം എടുത്തേ, അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ആ രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു കേട്ടോ. അവസാനം ഹല്ലേലൂയ, വളരെ 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 ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ്, കർത്താവിനെ വിട്ട് നീ പോയി എത്ര അധ്വാനിച്ചാലും, എത്ര മണിക്കൂർ കരഞ്ഞാലും, എത്ര മണിക്കൂർ നീ പെടാപ്പാട് പെട്ടാലും, ഹല്ലേലൂയ, രാത്രി മുഴുവൻ നീ അധ്വാനിച്ച് വേർത്തൊലിച്ചാലും, എന്നൂടെ ഞാൻ പറയാം, ഒന്നും കിട്ടത്തില്ല. 21-ന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? 3, 4, 5. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഇത്രേ ഉള്ളൂ അല്ല, മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഒന്ന് ഹല്ലേലൂയ, കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടവനാണ്. എന്നെ ഏറ്റവും എപ്പോഴും ചലിപ്പിക്കുന്ന വചനമാണത്. നീ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാലും ശ്രദ്ധിക്കണമേ, പിശാച് നിന്റെ മേലുള്ള പിടിവിടത്തില്ല കേട്ടോ. നീ പോയതാ, കല്ലറയ്ക്കകത്ത് പോയി കണ്ടതാ, അവൻ അവിടെ ഇല്ലെന്ന്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സാക്ഷ്യം നീ കേട്ടതാ. അത് കഴിഞ്ഞ് നിന്റെ നേരിൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന്, നമുക്കറിയാമല്ലോ വചനമല്ല, ഒന്നെടുത്തേ, അതിന്റെ തലേ അധ്യായം ഒന്നെടുത്തേ. ഹല്ലേലൂയ.
20 അധ്യായത്തിന്റെ 19 വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയും യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈ പത്രോസും സന്തോഷിച്ചതാ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ട് സന്തോഷിച്ചവനാ. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോണേ. യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ സേവിക്കുന്ന ആരെയാ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാ. സ്തോത്രം പറഞ്ഞേ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളോട് ഇന്ന് രാവിലെ പറയുന്നത് നിനക്ക് സമാധാനം എന്ന. നിന്റെ സമാധാനം ഒരു മനുഷ്യനും എടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു ശത്രുവിനും. മുമ്പേ പറഞ്ഞല്ലോ, ഏതെല്ലാം വിഷയം, എന്തെല്ലാം പടക്കങ്ങൾ കാണിച്ച്, എന്തെല്ലാം അവന്റെ ആയുധങ്ങൾ കാണിച്ച്, അവന്റെ ഓരോ പ്രശ്നങ്ങൾ കാണിച്ച്, അവൻ്റെതായിട്ടുള്ള തന്ത്രങ്ങൾ കാണിച്ച് നിന്നെ നിരാശപ്പെടുത്താൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോടൊരു ആലോചനയുണ്ട്. നിനക്ക് സമാധാനം. കാരണം മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, അവൻ ഉയർത്തെഴുന്നേറ്റവനാ. ഉയർത്തെഴുന്നേറ്റവൻ തരുന്നതാണ് ദൈവിക സമാധാനം. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഓ പ്രൈസ് ദി ലോർഡ്. പിതാവ് എന്നെ 2 പ്രാവശ്യം, ശ്രദ്ധിച്ചോണേ, സമാധാനം 2 പ്രാവശ്യം പറയാം. നിങ്ങൾക്ക് സമാധാനം. പീസ് അൺടു യു, പീസ് അൺടു യു. ദൈവം തരുന്ന ശലോം ഞാൻ നിങ്ങളോടെല്ലാം പറയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിറയേണ്ടത് കാണാതറിയാലോ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-7 കാണാതെ പറഞ്ഞു നോക്കിയേ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞേ, നമുക്ക് തരുന്ന ദൈവസമാധാനത്തിന്റെ പ്രത്യേകത നമ്മുടെ ബുദ്ധിക്ക് അതീതം. ഓ സ്തോത്രം. നിന്റെ ചിന്തയ്ക്ക് അതീതം, നിന്റെ പ്രശ്നത്തിന് അതീതം, നിന്റെ ആലോചനയ്ക്ക് അതീതം ദൈവം സമാധാനം തന്നിരിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്തൊത്തിനെയൊക്കെ വാഴും. നിങ്ങളുടെ വായിച്ചു നോക്കിയേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്തിനെയൊക്കെയാ വാഴുന്നത്? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ കർത്താവിന്റെ സ്തോത്രം 6-7 വാക്യങ്ങളൊന്നും വായിച്ച് ഞാൻ വായിക്കാം. ഒന്നിനെ കുറിച്ചും വിഴാപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയുടെ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. 7-ാം വാക്യം. എന്നാൽ എപ്പോൾ നിന്റെ ആവശ്യം സ്തോത്രത്തോടെ, നിന്റെ വിചാരം മാറട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ഭയം മാറട്ടെ. ഇതെങ്ങനെ മുമ്പോട്ട് പോകും? എന്റെ ശുശ്രൂഷ എങ്ങനെ ആയിത്തീരും? എനിക്ക് ആര് സപ്പോർട്ട് തരും? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ, എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ, ആരും എന്നെ അന്വേഷിക്കുന്നില്ലല്ലോ. നീ ഭാരപ്പെടേണ്ട, നീ ദൈവത്തിന്റെ കയ്യിലും കൊടുക്ക്. നിന്റെ ആവശ്യം സ്തോത്രത്തോടെ പറ. കർത്താവേ, നടന്നിരിക്കാൻ സ്തോത്രം. കൊച്ചിന്റെ ഫീസ് കൊടുത്തിരിക്കാൻ സ്തോത്രം. കൊച്ചിന് അഡ്മിഷൻ കിട്ടിയിരിക്കാൻ സ്തോത്രം. കുഞ്ഞിന് വേണ്ടി ഭാവി കരുതിയിരിക്കാൻ സ്തോത്രം. എന്റെ ശുശ്രൂഷയ്ക്കായി വാതിലുകൾ തുറന്നിരിക്കാൻ സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ, രോഗം മാറിയിരിക്കാൻ സ്തോത്രം. പറ, രോഗം മാറിയിരിക്കാൻ സ്തോത്രം. ശത്രുവിന്റെ തന്ത്രം അഴിഞ്ഞു പോയതിനായിട്ട് സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അതെ, അത് അഴിഞ്ഞു മാറിയിരിക്കാൻ സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ രക്തം. പറ സ്തോത്രം. സ്തോത്രം പറ. സ്തോത്രം. കർത്താവ് ആരോഗ്യം തന്നിരിക്കാൻ സ്തോത്രം. ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ട് മാറിയിരിക്കാൻ സ്തോത്രം. വൈദ്യം പറഞ്ഞ റിപ്പോർട്ട് മാറിയിരിക്കാൻ സ്തോത്രം. Glory to കർത്താവ് ഇവിടെ പൗലോസ് പറയുകയാണ്, ഇത് എന്തോ ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യം ഒരു കാര്യം പറഞ്ഞിട്ട് പറയും, സ്തോത്രം. തന്നിരിക്കാൻ സ്തോത്രം. പറഞ്ഞേ, സ്തോത്രം. തന്നിരിക്കാൻ സ്തോത്രം. എനിക്ക് തരണേ 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 എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നതിന് അപ്പുറമായി ഇങ്ങനെ പറയണം, തന്നിരിക്കാൻ സ്തോത്രം. അത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളൊരു അമ്മയല്ലേ, അമ്മമാരുണ്ടല്ലോ, രാവിലെ പിള്ളേർക്കും വീട്ടിലുള്ള ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാം അറിയാം. അവരാരും പറയത്തില്ല എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണേ, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണേ, ആരും പറയത്തില്ല. അവർക്കറിയാം രാവിലെ 8 മണി അല്ലെ 7:30 അല്ലെ 8 മണി അല്ലെ 8:30 ഫുഡ് ടേബിളെ വരുമെന്ന്. അത് അമ്മയിലുള്ള ഒരു വിശ്വാസമാണ്. ആണോ? അമ്മയിലുള്ള ഒരു വിശ്വാസമാണ്. സ്തോത്രം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ലോകത്തിലെ അമ്മയെക്കുറിച്ച് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തെക്കുറിച്ച് എത്ര വിശ്വാസം വേണം? എനിക്ക് വിശക്കുന്നുടനെ ഫുഡ് റെഡിയാവും.
സ്വോത്രം. അതങ്ങ് ഏറ്റെടുക്കുക. എനിക്ക് എന്നാ തരാത്തെ, എന്നെ എന്നാ മറന്നേ. നോ 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 നോ, നിന്നെ മറന്നിട്ടുമില്ല, നിനക്ക് തരാതിരിക്കത്തുമില്ല. തക്ക സമയമാകുമ്പോ. ഇനിയും വേറൊരു വലിയ മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കും, പക്ഷെ നിന്റെ ആവശ്യങ്ങൾക്ക് ദൈവം അളന്നേ തരത്തുള്ളൂ. മന്ന കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റാ. ആത്മാവിനെ അളവ് കൂടാതെ തരും, പക്ഷെ ആവശ്യത്തിന് തരുമ്പം ദൈവം എന്ത് കൊടുക്കുന്നറിയാം? മന്നയാ പൊഴിച്ചത്. മഞ്ഞ പൊഴിച്ചത് നേരിട്ട് പോയി പറക്കാവോ? ഇല്ല, വെയിലൊന്ന് ഉദിക്കണം. ഈ മഞ്ഞ ഫസ്റ്റ് ഫ്രിഡ്ജ് എവിടാ കണ്ടുപിടിച്ചേ? മരുഭൂമിയിലാ. അത് എത്രയും വലിയ ഫ്രിഡ്ജായിരുന്നു നിങ്ങൾക്ക് അറിയാം? ഈ ലക്ഷക്കണക്കിന് ജനസമൂഹത്തിന് വേണ്ടുന്ന മഞ്ഞ മുഴുവൻ ഐസിനകത്ത് കിടക്കുക, മഞ്ഞിനകത്ത്. വെയിലൊന്ന് ഉദിച്ച് അന്നേരം രാവിലെ എണ്ണിട്ട് 6 മണിക്ക് അല്ലെ 5:30 ആകുമ്പോഴേ പോയി മഞ്ഞ പറക്കാൻ പോയാലൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ വെയിലൊക്കെ ഒന്ന് ഉദിച്ച് വരണം. നീല സൂര്യൻ നിന്റെ മേലൊന്ന് ഉദിച്ചാൽ നിനക്ക് മറഞ്ഞിരിക്കുന്ന മഞ്ഞ വെളിപ്പെടും. വെയിലൊക്കെ ഒന്നായി ഈ മഞ്ഞുരുകി അത് പുറത്തു വരും. ഇത് ഓരോന്നോരോന്നോരോന്നായി പറക്കണം. വളരെ ഇമ്പോർട്ടന്റ്. ഒന്നിച്ചെല്ലാം കൂടെ കെട്ടി എടുത്ത് ഭാണത്തിൽ കൊണ്ടത് പരിപാടിയല്ല. ഈച്ച് വൺ ബൈ വൺ പറക്കണം. തൂത്തുവാരി എടുക്കാൻ പറ്റത്തില്ല. വളരെ ഇമ്പോർട്ടന്റ്. നമുക്കെല്ലാം എന്തോ ഇഷ്ടമെന്നറിയാവോ? തൂത്തുവാരി എടുക്കുന്ന കാര്യമാണ്. വളരെ ആ ഒരൊറ്റ മർമ്മം തന്നെ പറയണേ ഒത്തിരി സമയമുണ്ട്. നമുക്ക് എപ്പോഴും എന്താ ഇഷ്ടം? തൂത്തുവാരി പെട്ടെന്ന് റെഡിയാക്കി പെട്ടെന്ന് 1/2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. നോ, കർത്താവ് പ്രതീക്ഷിക്കുന്നത് യു സ്റ്റാൻഡ്, നീ അവിടെ യു വെയിറ്റ്, അത് വെളിപ്പെടുവന്നേ. ഈ മഞ്ഞ നുരുകട്ടെ, അത് നീ പറക്കിയെടുക്കണം. അതിന്റെ രീതിയിൽ നീ ചെയ്യണം. വളരെ ദൈവാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുക. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കേട്ടോ. മഞ്ഞാണേന്ന് പറഞ്ഞ് ഉപവാസമൊന്നും ഇരിക്കണ്ട. സ്തോത്രം. മഞ്ഞ കാണുന്ന, മഞ്ഞയെ മറയ്ക്കുന്ന, മഞ്ഞ് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പോരാട്ടമൊന്നും നടത്തണ്ട. സൂര്യൻ ഉദിക്കും, മഞ്ഞ് മാറിപ്പോ. സൂര്യൻ ഉദിക്കുന്നവരെ നീ വെയിറ്റ് ചെയ്യ, ആ ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യ. ഇത് വലിയ മഞ്ഞും ഐസ് കട്ടയൊന്നും അല്ല, ഇത് നിസ്സാരമാ. പെതുക്കെ അത് മെൽറ്റായിപ്പോ. സ്തോത്രം. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് നന്മ പുറപ്പെടുകയും ചെയ്യും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്തോ ചെയ്യണം? ഹല്ലേലൂയ. എന്നിട്ട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. സ്തോത്രം. എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഈ 2026 ഫെബ്രുവരി മാസം 3-ാം തീയതി രാവിലെ കർത്താവിനോട് പറ, കർത്താവേ, എന്റെ ആവശ്യങ്ങൾ കർത്താവ് തന്നിരിക്കാൻ സ്തോത്രം. തലമുറയുടെ ആവശ്യങ്ങൾ ദൈവം തന്നിരിക്കാൻ സ്തോത്രം. എന്റെ ആവശ്യങ്ങൾ തന്നിരിക്കാൻ സ്തോത്രം. കർത്താവേ, ഭവനത്തിന് നേരെ അലട്ടുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ദൈവം അഴിച്ചു മാറ്റിയിരിക്കാൻ സ്തോത്രം. ശുശ്രൂഷയ്ക്കെതിരെ വാദിക്കുന്ന വാദങ്ങളെ അഴിച്ചു മാറ്റിയിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ, സകല ഭയങ്ങളെയും നിരാശകളെയും മാറ്റിയിരിക്കാൻ സ്തോത്രം. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും മാറ്റിയിരിക്കാൻ സ്തോത്രം. പറ, സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണ്? സ്തോത്രം പറഞ്ഞു പറ. കർത്താവെ, അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവ് വഴികൾ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. ആളുകളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഇന്നലെ ഇങ്ങനെ ന്യായമായി ചിന്തിച്ചപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് അവരെ ആരെ എന്നെ വിളിച്ച സഹോദരിമാരെ ഒന്നും എനിക്ക് മുഖപരിചയം പോലും ഇല്ല. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആരാ? ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ മോളാ. അവരാരാ? അവരും ദൈവത്തിന്റെ മക്കളാ. നിന്റെ സഹോദരനാണോ സഹോദരിയാണോ? എന്നാ പിന്നെ ധൈര്യമായിട്ട് അങ്ങ് പൊക്കോളാം. സ്തോത്രം പറയാമോ? ഇങ്ങനൊരു ബന്ധം വേണം അപ്പനോട്. എന്തോ ഭാരം വന്നാലും എന്തോ വേദന വന്നാലും അപ്പനോട് അങ്ങ് പറയണം. അപ്പൻ അന്നേരം ദൈവാത്മാവ് വേറൊരു വചനം പറയുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവൻ തിരഞ്ഞെടുപ്പ് മറന്ന് ആദ്യമായി രാജകീയ അഭിഷേകം വീണവനാ ശൗല്. പക്ഷെ അവന്റെ അഭിഷേകത്തിന്റെ നിറവും അവന്റെ തിരഞ്ഞെടുപ്പും അവൻ മറന്നു. ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളി. 1 ശമൂവേൽ 16-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കണേ. 1 ശമൂവേൽ 16-ന്റെ 1. ചിലരോട് ദൈവാത്മാവ് കൃത്യമായി ആലോചന പറയുകയാണ്. അനന്തരം യഹോവ ശമൂവേലിനോട്,
ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് മതി കൽപ്പിച്ചു. മതി മതി മതി. ദൈവം ശൗലിനെ തള്ളി, പക്ഷെ ശമൂവേല് തള്ളിയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവം ശൗലിനെ തള്ളി, ശമൂവേല് കരയുക. അയ്യോ, ഇനി കൃത്യമായ ഒരു ആലോചനയാണ്. എല്ലാം എപ്പോഴും വെളിപ്പെട്ട് കിട്ടണമെന്നില്ല, മനസ്സിലായോ? ചില ആരാഞ്ഞു വെക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അന്നേരം ഒന്നിനും വെളിപ്പെടുത്തത്തില്ല. വളരെ ഇമ്പോർട്ടന്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നീ എന്തിനാ ഈ വിഷമിക്കുന്നേ? ശമൂവേല് കരയുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ശൗല് കാരണം. അവിടെ അതിന്റെ തലേ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ. ഹല്ലേലൂയ, 35-ാം വാക്യം, നേരെ തലേ വാക്യം എന്ന് വെച്ചാൽ 15-35. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. അവൻ കരഞ്ഞോണ്ടിരിക്കുക. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയതുകൊണ്ട് ദുഃഖിച്ചു. നീ അത് വളരെ ചിന്തിപ്പിക്കാറുണ്ട്. നിന്റെ മേൽ വീണ അഭിഷേക തൈലത്തിന് തക്കതായ പ്രവൃത്തി നീ ചെയ്തില്ലെങ്കിൽ ദൈവം ദുഃഖിക്കും. നിന്നെ അഭിഷേകം ചെയ്ത നേതൃത്വം ദുഃഖിക്കും. നിന്നെ അയച്ച നേതൃത്വം ദുഃഖിക്കും. ശൗലിനെ കുറിച്ച് ദുഃഖിക്കുകയാണ്. എന്നിട്ട് പക്ഷെ ദൈവത്തിന്റെ ദുഃഖം അങ്ങോട്ട് മാറി. ദൈവം ശമൂവേലിനെ നോക്കിയപ്പം ശമൂവേൽ രാത്രി ഉറക്കം പോലും ഇല്ല, കരച്ചില. ദൈവം ശമൂവേലിനോട് പറയും, എന്റെ കുഞ്ഞെ, നീ എന്തിനാ ഇങ്ങനെ അങ്ങ് കരയുന്നേ? ഹല്ലേലൂയ, നീ ഇങ്ങനെ ദുഃഖി. ഞാൻ അവനെ തള്ളിക്കളഞ്ഞതാ. ദൈവം പറയുക, ഞാൻ അവനെ തള്ളിയതാ. ഞാൻ തള്ളിയതിനെ ഓർത്ത് നീ ദുഃഖിക്കണോ? ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ദൈവം തള്ളിയതിനെ ഓർത്ത് നീ ദുഃഖിക്കേ വേണ്ട. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. ആരോടൊക്കെയോ ദൈവാത്മാവിന്റെ ദൂത് പറയുന്നു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യ, നീ കൊമ്പിലോട്ട് തൈലം അങ്ങ് നിറയ്ക്ക്. എന്നിട്ട് നീ അങ്ങ് പുറപ്പെട്ടെ. ഞാൻ നിന്നെ അയക്കാൻ പോവാം. എങ്ങോട്ടാണെന്നറിയാവോ? ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. വളരെ ഒത്തിരി കാര്യമാണ്. ഇതിപ്പോ ശമൂവേൽ എവിടെയാ? ശമൂവേൽ എവിടെയുള്ള പറ? ശമൂവേൽ എവിടെയുള്ള? രാമയിൽ. മറ്റേത് എവിടെയാ? ബേത്ലഹേമില. ഇവിടുന്ന് രാമയിൽ യാത്ര ചെയ്ത് എവിടെ ചെല്ലണം? ബേത്ലഹേമിൽ ചെല്ലണം. വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചോ. അവിടെ ആദ്യത്തെ മൂന്ന് മക്കള് ഇവിടെ സൈന്യത്തിലുണ്ട്. ഇപ്പം ശമൂവേലിനോട് ആരാണെന്ന് അറിയിച്ചാൽ സൈന്യത്തിലുള്ളവര് ഒരു സംശയമില്ല, ദാവീദിനെ കൊന്നുകളയും. കാരണം ഹല്ലേലൂയ, പ്രൊമോഷൻ പെട്ടെന്ന് കിട്ടുക രാജാവായിട്ട്. ദൈവം അറിയിച്ചില്ല ശമൂവേലിനെ. വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ശമൂവേൽ പെട്ടെന്ന് ചോദിക്കും, അയ്യോ, ഞാൻ എങ്ങനെ പോകും? നിങ്ങൾ ആ 2-ാം വാക്യം ഒന്ന് വായിച്ച്. ആരാ പറയുന്നേ? ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് പറയാ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും. ശൗൽ ഇതറിഞ്ഞാൽ, രാജാവ് അറിഞ്ഞാൽ, ശ്രദ്ധിച്ചോ എല്ലാരെയും, നീ അഭിഷേകം ചെയ്ത് വിട്ടവൻ നിന്നെ കൊല്ലാൻ വേണ്ടി വളർന്നിരിക്കും. മറക്കണ്ട കേട്ടോ. നീ കരം പിടിച്ചു കൊണ്ടുവന്നവൻ നിനക്കെതിരെ കൊല്ലാനായിട്ട് എഴുന്നേക്കും. ഒരു കാലത്ത് നീ തന്നെ സഹായിച്ചതാ. ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്നിടത്ത് ഇല്ലായ്മയെന്ന് നീ പകുത്തു കൊടുത്തതാ. പക്ഷെ ഇപ്പൊ അവൻ രാജാവായി കഴിയുമ്പം നിന്നെ അവൻ മറക്കും. ശമൂവേൽ ചോദിക്കുക, ദൈവമേ, ശൗൽ എന്നെ കൊല്ലും. ഭയം, മരണഭീതിയാ. ശുശ്രൂഷയ്ക്കകത്ത് മരണഭീതിയാ. എന്നെ കൊല്ലും. അപ്പോൾ യഹോവ, നീ ഒരു കാര്യം ചെയ്യാ. ഇത് വളരെ ഞാൻ എത്രയോ പ്രാവശ്യം ഈ വചനം വായിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇത് ഈ വചനത്തിന്റെ ജുവലുണ്ടല്ലോ. നിങ്ങൾക്ക് ആരുടെ കയ്യിലൊരു രത്നം ഉണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഏറ്റവും അമൂല്യമായ രത്നം ഈ വചനമാണ്. ഇത് ഓരോ കേർവിലും അങ്ങ് ലൈറ്റ് അടിക്കുമ്പോൾ പ്രകാശിക്കും. ദൈവം ശമൂവേലിനോട് പറയാ, എടാ മോനെ, നീ എന്തിനാ ഭാരപ്പെടുന്നേ? ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ദൈവം ഐഡിയ പറഞ്ഞു കൊടുത്ത് ശമൂവേലിനെ വിടുക. നീ ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് പോയിട്ട് ഒരു പശുക്കിടാവിനെ എടുക്കണം. എന്നിട്ട് നീ പോകുമ്പം രാമേന്ന് ബേത്ലഹേം വരെ ഈ പശുക്കിടാവിനെ കൊണ്ട് പോകണം. ദൈവത്തിന്റെ ഐഡിയ നോക്കുവാണേ. നീ രാമേന്ന് യാത്ര ആരംഭിച്ച് കൂട്ടത്തിൽ ആരും ഉണ്ട്?
പശുക്കിടാവുമുണ്ട്. ഈ പോകുന്ന വഴിക്ക് പുള്ളിക്കാരൻ, ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ ഇവിടുത്തെ ജോഗ്രഫി എങ്ങനെയാണെന്നറിയാം? മലകൾ കയറി ഇറങ്ങി പോണം. ഇടയ്ക്ക് ഇതിന് ദാഹിക്കും, ഇടയ്ക്ക് ഇതിന് വിശക്കും. സ്വോത്രം. കിടാവ് അമ്മയുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നതാ. കരയും, അമ്മയുടെ പുറകിൽ നിന്ന് കരയും, കുഞ്ഞ് ഇവിടെ നിന്ന് കരയും. പക്ഷെ ശമൂവേലേ, നീ മുമ്പോട്ട് പോകണം. സ്വോത്രം. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ദൈവം, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് ചെല്ലണം. നിന്റെ കയ്യിൽ എന്തോ വേണം? 2 കാര്യം. ഒന്ന്, കൊമ്പിനകത്ത്, അതൊരു വലിയ ദൂതാകട്ടോ. ന്യായപ്രമാണ പ്രകാരം അഭിഷേക തൈലം വഹിക്കുന്നത് തൈലപാത്രത്തിലാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ദൈവം ഇവിടെ ശമൂവേലിനോട് പറയാ, നീ പാത്രമൊക്കെ മാറ്റിയിട്ട് കൊമ്പ് നിറച്ചെടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റാ. കൊമ്പ് നിറച്ചെടുക്കണം. എന്തിനാണെന്ന് അറിയാമോ? ഈ വരുന്നവനുണ്ടല്ലോ, ഒരു ഭയങ്കര പ്രസ്ഥാനമാണ്. അവന്റെ തലയെ മാത്രം പറ്റത്തില്ല, അവന്റെ കയ്യിലും അവന്റെ കാലയിലും അവന്റെ ശരീരത്തിന്മേൽ എല്ലാം ഈ തൈലം വീഴണം. മനസ്സിലായി? ഗ്രഹിച്ചോ? നിന്റെ മേലും എന്റെ മേലും പകർന്നത് ഒരു ലിമിറ്റഡ് അഭിഷേകമല്ല. ഒരു ലിമിറ്റഡ് അഭിഷേകമല്ല. അളവ്, ഇത് പഠിച്ചത് പറഞ്ഞേ, അളവ് അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ, അളവ് കൂടാതെ. ദൈവത്തിന് സ്തോത്രം. നീ അങ്ങ് പോവും. ഈ ശമൂവേൽ പോയി കേട്ടോ. എന്നിട്ട് പറയണം, അപ്പോൾ നീ പറയണം, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. ബേത്ലഹേമിൽ ചെന്നിട്ട് പറയണം, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുക. എന്നിട്ട് നീ എന്തോ ചെയ്യണം? ദൈവം ഗൈഡൻസ് കൊടുക്കുന്നുണ്ടോ? നീ ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കണം. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. നിങ്ങൾ വല്ലതും മനസ്സിലായോ? മനസ്സിലായോ? 2 കാര്യം ദൈവം മറച്ചു വെച്ചു. ആരാണെന്ന് പറഞ്ഞില്ല. 2, എന്തോ ചെയ്യണമെന്നും പറഞ്ഞില്ല. അപ്പൊ ശുശ്രൂഷയ്ക്കായി നമ്മളെ ഐക്യപ്പെടുമ്പോൾ ദൈവം ചിലത് മറച്ചു വെക്കുമ്പോൾ നീ ഭാരപ്പെടരുത്. കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് ആണ്. കാരണം അത് നിന്റെ മാനുഷിക ബുദ്ധിയും കൊണ്ട് ആലോചിച്ചും ചിന്തിച്ചും കുറച്ചിൽ വരുത്താൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം അത് കാര്യങ്ങൾ മറച്ചു വെച്ചേക്കുക. സ്തോത്രം. എന്നിട്ട് പോയി ബാക്കി കാര്യം നമുക്കറിയാം. ഇവരെ അങ്ങോട്ട് അഭിഷേകം ചെയ്യുന്നു. ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു. 13-ാം വാക്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 12-ാം വാക്യത്തിന് ഉടനെ അവൻ ആളയച്ച് എല്ലാരെയും, നമുക്കെല്ലാം കാണാതറിയാവുന്ന ഞാൻ പറയുന്നില്ല, ചേട്ടന്മാര് വലിയ മിടുക്കുള്ളവരെല്ലാം വന്നിട്ട് പോയി. അവസാനം ചോദിക്കാൻ, എല്ലാരും ആയോ ചോദിച്ചപ്പോ, അതെ, ഇനി പുള്ളി ഇച്ചിരി പതുക്കെയാ പറയുന്നത്, ഒരുത്തനുണ്ട്, അവന് വലിയ, എന്റെ ധാരണയിൽ വലിയ മിടുക്കൊന്നുമില്ല, അവൻ ആടുകളെ മേയ്ക്കുന്നവനാണ്. ശമൂവേൽ പറഞ്ഞു, ആളയച്ച് അവനെ വരുത്തുക. അവന് വന്നിട്ടില്ല, അത് നാം പന്തിക്കിരിക്കുന്നത്. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. നീ ജനറോടൊരു ആലോചന പറയാ, നിന്നെ എഴുതി തള്ളിയോടെ മുൻപിൽ ദൈവത്തിന് നിന്നെ ഒന്ന് ഉയർത്താനുണ്ട്. എത്ര പേർ അത് ഏറ്റെടുക്കും? നിന്റെ കഴിവുകേടുകൾ പറഞ്ഞ്, നിന്റെ അറിവുകേടുകൾ പറഞ്ഞ്, നിന്റെ ഇന്നലകളിലെ സർട്ടിഫിക്കറ്റ് നോക്കി, ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, നിന്റെ സർട്ടിഫിക്കറ്റ് നോക്കി നിന്നെ മാറ്റി നിൽക്കുന്ന മുമ്പിൽ ദൈവം നിന്റെ പേരിൽ അഭിഷേക തൈലം പകർന്നാൽ നീ രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ളവനാകും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 3 ക്വാളിറ്റിയാ ദാവീദിന് കൊടുത്തേക്കുന്നത്: പവിഴ നിറം, സുനേത്രൻ, കോമള രൂപി. അപ്പോൾ യഹോവ, നീ ശമൂവേലേ, നീ വലിയ പ്രവാചകനാ, പക്ഷെ നീ അവന്റെ മുമ്പിൽ എഴുന്നേക്കാം. ശമൂവേലേ, നീ വലിയ ശുശ്രൂഷകനാ, നീ വലിയ ഗ്രേറ്റ് മാനാ, പക്ഷെ നീ അവന്റെ മുമ്പിൽ എഴുന്നേക്ക്. കാരണം അവൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ വന്നവനാ. അവൻ ഇടയനാണെന്ന എല്ലാവർക്കും, അവൻ ഇതുവരെ എല്ലാവരുടെയും മുമ്പിൽ ഇടയനാ, പക്ഷെ അവൻ എന്റെ മുമ്പിൽ ആരാന്നറിയാമോ? രാജാവാ. അവൻ എന്റെ മുമ്പിൽ രാജാവ്. നീ എഴുന്നേക്ക്, അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ അഭിഷേകം ചെയ്തു. അണ്ടർലൈൻ ചെയ്ത് എടുത്ത വാക്യം, യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന് മേൽ വന്നു. എന്ന് മുതൽ? അഭിഷേകം ചെയ്ത് മുതൽ. 14-ാം വാക്യം, യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. മനസ്സിലായോ? നിന്റെ മേൽ വീണ അഭിഷേക തൈലം, ഇനി അങ്ങോട്ട് അടുത്ത അധ്യായമൊക്കെ വായിക്കണം. ഇത്ര മനോഹരമാണ്. നിങ്ങൾ അങ്ങ് ഇരിക്കണം ബൈബിളും കൊണ്ട്, കേട്ടോ? എല്ലാരും കേട്ടോ? ബൈബിളും കൊണ്ട് അങ്ങ് ഇരിക്കണം, ജോലിയൊക്കെ ഒതുക്കിയിട്ട്. ഹല്ലേലൂയ.
മൊബൈൽ കണ്ടുകൊണ്ടൊന്നും ഇരിക്കരുത്. ഹല്ലേലൂയ. ബൈബിളും കൊണ്ടിരിക്കുക. 2026 വല്ല ഗുണവും വരണോ? ബൈബിളും കൊണ്ടിരിക്കുക. പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ പറയുന്ന വല്ല ഗുണവും വരണോ, നീ ഒന്നിരുന്ന് പഠിച്ചേ. ഞാൻ നിങ്ങളോട് പറയുക, വല്ല ഗുണവും വരണോ, ബൈബിളും കൊണ്ടിരുന്നേ, പഠിച്ചേ. ഇത് മുഴുവൻ ഹൃദയത്തിലോട്ടെടുത്തേ, തലച്ചോറിനകത്ത് സംഗ്രഹിക്കുന്നതിനപ്പുറം ഹൃദയം കൊണ്ട് വിശ്വസിച്ചേ, അത് ഏറ്റെടുത്തേ, അനുഗ്രഹിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ഭയങ്കരമാ ഈ ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പുള്ളിക്ക്. അപ്പം കൃത്യന്മാരെല്ലാം കൂടെ കൂടി ആലോചിച്ചു, അയ്യോ നമുക്ക് എന്തോ ചെയ്യണം, ഒരു മ്യൂസിക് തെറാപ്പി ചെയ്യാം. 16-ാം വാക്യം. ശൗലേ രാജാവേ, നമുക്കൊരു മ്യൂസിക് തെറാപ്പി ചെയ്യാം. മ്യൂസിക് തെറാപ്പി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി ഹല്ലേലൂയ ഒരാളെ വിളിച്ചോണ്ട് വരാം. അപ്പൊ പറഞ്ഞു 17, ശൗലത്തിന്റെ ഭൃത്യന്മാരോട് കിന്നര വായനയിൽ നിപുണനായ ഒരുത്തിനെ അന്വേഷിച്ചു കൊണ്ടുവരുവേ. എല്ലാരും ഇങ്ങനെ ഇനി ഇത് എവിടെയാണെന്ന് നടന്നു. അപ്പൊ ഒരുത്തൻ പെട്ടെന്ന് ഓർമ്മ വന്നു. ബാല്യക്കാരിൽ ഒരുത്തൻ പെട്ടെന്ന് പറയാം, അയ്യോ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ ബേത്ലഹേമിലെ ഈശായിയുടെ ഒരു മോനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനങ്ങ് വീട്ടിലൊന്നും അല്ല, അവൻ കിന്നര വായനയിൽ നിപുണനാ. 2 പരാക്രമശാലിയ. 3 യോദ്ധാവ. 4 വാക്ചാതുര്യമുള്ളവരാ. 5 കോമളൻ. 6 യഹോവയും അവന്റെ കൂടെയുണ്ട്. അത് മനസ്സിലായോ? 12-ാം വാക്യത്തിൽ എന്തോ എഴുതിയേക്കുന്നത്, സുനേത്രൻ, പവിഴ നിറം, സുനേത്രൻ, കോമള രൂപി. ഇതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത്. എന്നാൽ വീട്ടുകാരും ദേശക്കാരും നാട്ടുകാരും കാണാത്തതൊന്ന് ദൈവം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയാനുണ്ട്. അല്ലോ മനസ്സിലായോ? വീട്ടുകാർ പറയുന്നത് നിന്റെ പുറമേ ഉള്ളതാ. എന്നാൽ ഹല്ലേലൂയ ദൈവം നിന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം കേട്ടോ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ കിന്നര വായനയിൽ നിപുണനാ. 1. 2 അവൻ പരാക്രമശാലി. 3 യോദ്ധാവ്. 4 വാക്ചാതുര്യമുള്ളവൻ. 5 കോമളൻ. 6 യഹോവയും അവന്റെ കൂടെയുണ്ട്. ഈ ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഒന്ന് സ്തോത്രം പറയാവോ? എവിടെ പോയാലും ഏത് ശുശ്രൂഷ, ജമ്മു എന്നുള്ള ദൈവദാസനായിട്ട് സ്തോത്രം. ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. ദൈവദാസനെ നിന്നെ നോക്കി നാട്ടുകാർ പറയട്ടെ, ദൈവം കൂടെയുള്ള ദൈവദാസൻ. ദേശം പറയട്ടെ, ദേശം വിറയ്ക്കട്ടെ, ദേശശക്തികൾ വിറയ്ക്കട്ടെ, അന്ധകാരങ്ങൾ വിറയ്ക്കട്ടെ. അലബസിഖരം. എനിക്ക് ശക്തമായിട്ട് അറിയാം, ചെല്ലുന്നിടത്ത് വലിയ ദൈവമഹത്വം വെളിപ്പെടും. അതിനാണ് ഈ വീട്ടിനകത്ത് അസ്വസ്ഥതകൾ, രോഗങ്ങൾ. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ അതിനെ നിരാശപ്പെടുത്താൻ ശ്രമിക്കാമോ അതൊക്കെ ശ്രമിക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു രോഗമല്ല. ദൈവത്തിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നീ ഒന്നും ഭാരപ്പെടാൻ, നീ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഒരു രോഗമല്ല. എന്നോട് പറഞ്ഞു, അയ്യോ ഇന്നലെ ഇവിടെയായിരുന്നു വേദന, ഇന്നായപ്പം ഇവിടെയായി, ഇന്നായപ്പം ദാണ്ട് അങ്ങോട്ടായി. ഇതെന്തോ ഇത്? ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് അങ്ങോട്ടാകും. ദൈവത്തിന് സ്വത്രം. ഇവിടുത്തെ വേദന പെട്ടെന്ന് മുട്ടയിലോട്ട് കയറും, മുട്ടയിലെ വേദന പെട്ടെന്ന് കാലയിലോട്ട് കയറും. സ്വത്രം പറഞ്ഞോണേ, നിന്നെ ഇട്ട് അലട്ടുന്ന പിശാചിന്റെ പോരാണെന്ന് മനസ്സിലാകണം. പ്രാർത്ഥിച്ച് ജയമെടുക്കുമ്പോൾ മാർദിക്കും. പിന്നെ എന്നുള്ള പുള്ളി അതേകൂടെ കറങ്ങിയിട്ട് പിന്നെ വരിക. യോഹന്നാൻ 10:10 മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അവൻ വരുമ്പോൾ നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും എന്റെ കർത്താവ് വന്നത്. സമയം പെട്ടെന്ന് പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 7:5 ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തീർക്കുകയാണ് അവിടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് ആ 3-ാം അധ്യായം അങ്ങ് ഞാൻ തീർക്കാനായിട്ട് പെട്ടെന്ന് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ കാര്യം പറയാനായിട്ട് പോയതാ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവബോധം അവന് വസിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഈ ഒരു ക്ലാസ് ദൈവം അനുവദിച്ചാൽ ഇനിയും ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എടുക്കാം. നിങ്ങൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നെ വിളിക്കണം, അന്വേഷിക്കണം. തീർച്ചയായിട്ടും ഒത്തിരി പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ കർത്താവിന് സ്വന്തം ക്ലാസ് കഴിഞ്ഞു വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ എടുക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കണം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ മീന സിസ്റ്റർ പ്രാർത്ഥിക്കണമേ. പ്രത്യേകം ഈ ഒരു അഭിഷേകത്തെ നിറവിലൊന്ന് പ്രാർത്ഥിക്കണം. അഭിഷേകം